ഉത്തരാഖണ്ഡിൽ നിന്നും ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നു. ഉത്തരാഖണ്ഡിൽ 1300ഓളം മദ്രസകളാണ് പൂർണ്ണമായും ഉള്ളത്. ഈ 1300 മദ്രസകളിൽ സമഗ്രമായ പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉത്തരാഖണ്ഡിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിൽ പലതും, അതായത് ഭൂരിഭാഗവും അനധികൃത മദ്രസകളാണെന്ന് ഭരണകൂടം പറയുന്നു. ഭരണകൂടത്തിന്റെ സമഗ്രമായ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. പോരാത്തതിന് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന മദ്രസകളെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യാത്തതായ മദ്രസകളാണ്. ആ മദ്രസകളുടെ എല്ലാം നടത്തിപ്പുകാരുടെ ജീവിതശൈലി പരിശോധിച്ചു കഴിഞ്ഞാൽ അത്യാഡംബരപൂർവ്വമാണ് ഇവർ ജീവിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ അവിടെയുള്ള സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഈ മദ്രസ അധ്യാപകരും മദ്രസ ജീവനക്കാരും എങ്ങനെയാണ് ഇത്രയധികം പണക്കാരായത്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കളികൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ സർക്കാർ അന്വേഷിച്ചു വരുന്നത്. ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിലാണ് ഏറ്റവും കൂടുതൽ അനധികൃത മദ്രസകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഡെറാഡൂൺ, നൈനിറ്റാൾ ജില്ലകളിലെ വ്യാജ മദ്രസകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇത് എന്നുള്ളതാണ്. ബംഗാൾ, അസം, ജാർഖണ്ഡ്, ബീഹാർ, UP എന്നിവിടങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് എന്നും റിപ്പോർട്ടിലുണ്ട്. ബംഗാളിൽ നിന്നുള്ള കുട്ടികൾ കാശിപൂരിലെ ഉദ്ധം സിംഗ് നഗറിലെ മദ്രസയിലാണ് പഠിക്കുന്നത്. ഇവിടെ ഇവർ 6 മാസം മുമ്പാണ് വന്നത്. അവരുടെ ആധാർ കാർഡുമായി ആണ് കുട്ടികൾ എത്തുന്നത്. കുട്ടികൾ വന്ന സ്ഥലം ബംഗ്ലാദേശിന്റെ അതിർത്തി ജില്ലയിൽ നിന്നാണെന്നും അവർ പറയുന്നു. ഇപ്പോൾ ഈ കുട്ടികളുടെ വിലാസം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു പോയപ്പോൾ ഈ കുട്ടികൾക്ക് വിലാസം ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. അതിർത്തിക്കപ്പുറത്തു നിന്ന് വന്ന കുട്ടികളാണോ ഇവർ എന്നുള്ള ചോദ്യമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്നാണോ ഈ കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് ഈ മദ്രസകളിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ അനധികൃതമായി ഇങ്ങോട്ടേക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള കടത്ത് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. UP, അസം സർക്കാരുകൾ മദ്രസകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളാണ് ആരംഭിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ ചുവട് പിടിച്ചാണ് പുഷ്കർ സിംഗ് ധാമിയുടെ സർക്കാർ ഉത്തരാഖണ്ഡിൽ അവിടെയുള്ള മദ്രസകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയത്. ഡെറാഡൂണിലെ ആസാദ് കോളനിയിലെ മദ്രസയിൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ റിഫോം കമ്മീഷൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് റെയ്ഡ് നടത്തിയത്. അപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് അവിടെ കണ്ടെത്തിയത്. ഇതര സംസ്ഥാനത്തുള്ള കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ സർക്കാർ. എന്തായാലും ഈ ആരോപണങ്ങൾ, അതായത് മദ്രസകൾക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഫണ്ട് ലഭിക്കുന്നു ഉത്തരാഖണ്ഡിലെ മദ്രസകൾക്ക് എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉദ്ധം സിംഗ് നഗർ ജില്ലയിൽ 129 മദ്രസകളാണുള്ളത്. ഡെറാഡൂണിൽ 57 മദ്രസകൾ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. ഹൽദ്വാനി നഗരിൽ 32 മദ്രസകളാണ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മദ്രസകളിലെല്ലാം തന്നെ നമ്മൾ വിചാരിക്കും പോലെ ചെറിയ സംഖ്യയല്ല കുട്ടികളുള്ളത്. ആയിരക്കണക്കിന് സംഖ്യയാണ്, ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നാളെ, അതായത് അനധികൃതമായിട്ട് വന്ന കുട്ടികൾ, ഇവർക്ക് മേൽവിലാസമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ ഇവർ ഉത്തരാഖണ്ഡ് സ്വദേശികളാണോ എന്ന് വാദിക്കുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ ഭയപ്പെടുന്നത്. ഈ സംഖ്യ, അതായത് മദ്രസകളിലെ കുട്ടികളുടെ സംഖ്യ ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു കൊണ്ടുവരികയാണ് എന്നും സർക്കാർ പറയുന്നു. മറുവശത്ത് മദ്രസകളിൽ സംസ്കൃതം പഠിപ്പിക്കണമെന്നും ദേശീയ ഗാനം ആലപിക്കണമെന്നും ദേശീയ പാഠ്യ പദ്ധതിയുടെ പുസ്തകങ്ങൾ പഠിപ്പിക്കണമെന്നും ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡ് അവകാശപ്പെടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ 2 വർഷമായി പ്രചരണത്തിൽ മാത്രമാണുള്ളത്. തങ്ങളിത് ചെയ്യാമെന്ന് മദ്രസ ബോർഡ് പറയുന്നുണ്ടെങ്കിലും മദ്രസ ബോർഡ് സംസ്കൃതം ഒന്നും തന്നെ പഠിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്തായാലും ഈ റിപ്പോർട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിലുണ്ട്. പോലീസ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് അയച്ചിരുന്നു. 1300-ലധികം മദ്രസകൾ ഉത്തരാഖണ്ഡിൽ പ്രവർത്തിക്കുന്നതിൽ 412 മദ്രസകൾ രജിസ്റ്റർ ചെയ്യാത്ത മദ്രസകളാണെന്നാണ് പറയുന്നത്. ഇതിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളാകട്ടെ മേൽവിലാസം ഇല്ലാത്തവരും. ഇവർ ബംഗ്ലാദേശികളാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.